ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ യാത്രകൾ നടത്തുന്നവരാണ്. ഒരുപക്ഷെ നടന്നായിരിക്കാം, ഒരുപക്ഷെ സൈക്കിളിലായിരിക്കാം, ബൈക്കിലായിരിക്കാം, കാറിലായിരിക്കാം. യാത്രകൾ പലതരത്തിലാണ്. പക്ഷേ ഉപയോഗിക്കുന്ന ഉപകരണത്തിനനുസരിച്ച് നമ്മൾ എത്തുന്ന സ്ഥലം അത് എത്രമാത്രം വേഗതയിലാണ് എന്നുള്ളത് ആ ഉപയോഗിക്കുന്ന വണ്ടിക്കനുസരിച്ചാണ്. ഇപ്പോൾ നമ്മൾ നോമ്പ് കാലത്തിലൂടെ കടന്നു പോവുകയാണ്. പലരും 50 വർഷവും 60 വർഷവും 70 വർഷവും ഈ 50 നോമ്പിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. ഈ നോമ്പിൻ്റെ ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോമ്പ് കാലത്തിൻ്റെ ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അത് ബുദ്ധിമുട്ട് ഉളവാക്കിയിട്ടുണ്ട്. കാരണം പലതും നമുക്ക് ഒഴിവാക്കേണ്ടി വരും. പണ്ടൊക്കെ നമുക്കുള്ളൊരു കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോമ്പിൽ നമുക്ക് ഇറച്ചി, മീൻ, മുട്ട ഇവയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ത്യാഗപൂർണമായ ഒരു നോമ്പാണ്. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതല്ല എന്നും, നോമ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ത്യാഗമെടുക്കണം, അതോടൊപ്പം തന്നെ നമ്മുടെ സഹോദരങ്ങളെ തിരിച്ചറിയലാണ് യഥാർത്ഥ നോമ്പ്. അതുകൊണ്ടാണല്ലോ സുവിശേഷത്തിൽ എല്ലാ കൽപ്പനകളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു കൽപ്പന പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിനെന്ന്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്നുള്ളതിൻ്റെ അർത്ഥം വരുന്നത് എപ്പോഴാണ്? അത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നതാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ. ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കണമെങ്കിൽ നമുക്ക് സ്നേഹമുണ്ടാകണം. സ്നേഹമില്ലാതെ നമ്മൾ വളരെ വെറുതെ സുവിശേഷങ്ങൾ പ്രഘോഷിച്ചതുകൊണ്ട് മാത്രം അത് അർത്ഥവത്താവില്ല. ജീവിതം അർത്ഥവത്താകുന്നത്, യഥാർത്ഥ സുവിശേഷ പ്രഘോഷണമാകുന്നത് അത് നമ്മളുടെ സ്നേഹത്തിലൂടെയുള്ള പ്രവൃത്തിയിലൂടെയാണ്. നമ്മൾ കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ 5-ാം സ്ഥലത്തെത്തുമ്പോൾ ആ പടയാളികളെല്ലാവരും ഒരുമിച്ച് കൂടി ആ ശിമിയോനെ വിളിച്ചു കൂട്ടുന്ന ഒരു സമയമുണ്ട്. ശിമിയോനോട് പറയുകയാണ്, എടാ ശിമിയോനെ എന്നായിരിക്കും ചിലപ്പം വിളിച്ചിട്ടുണ്ടാവുക, എടാ നീ ഇവിടെ വന്നിട്ട് ആ യേശുവില്ലേ, ഇത് അവനെ നടക്കണണ്ടില്ലേ, അവൻ്റെ ആ കുരിശിൻ്റെ ഭാഗത്തൊന്ന് പിടിച്ച് എന്ന് പറയുകയാണ്. ഒരുപക്ഷെ കൊടയുള്ള അവിടെ ചുറ്റുമുള്ളവർക്ക് ചിലപ്പോൾ തോന്നിക്കാണും, ആ കൊള്ളാലോ, ഇത്രയും അവർ പീഡിപ്പിച്ചെങ്കിലും ആ ശിമിയോനെ വിളിച്ച് ഒരു സഹായ ഹസ്തം നീട്ടാനായിട്ട് അവർ ചോദിച്ചല്ലോ. പക്ഷെ യഥാർത്ഥത്തിൽ ശിമിയോനെ വിളിച്ചതും അത് ചെയ്യാനുമെല്ലാം അവരെ പ്രേരിപ്പിച്ചത് ജീവനോടുകൂടി യേശുവിനെ കുരിശിൽ തറയ്ക്കാനായിരുന്നു. പക്ഷെ ശിമിയോൻ അത് സഹായിച്ചു. പക്ഷെ അതിനുശേഷം ഈ ആബേലച്ചൻ്റെ കുരിശിൻ്റെ വഴിയിലെ പ്രാർത്ഥനയിൽ എന്നെ വളരെ സ്പർശിച്ചൊരു കാര്യമുണ്ട്. ആ പ്രാർത്ഥന എന്നെ എപ്പോഴും സ്പർശിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കരുണാനിധിയായ കർത്താവേ, ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങയെ സഹായിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ 2 കാര്യങ്ങളാണ്. ഈ സ്ഥിതിയിൽ നിന്നെ ഞാൻ കണ്ടിരുന്നെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ? നമ്മുടെ കൺമുൻപിലൂടെ എത്രയോ പേര് മാനസിക ദുഃഖത്തോടുകൂടി ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ കൊണ്ട് കടന്നു വരുമ്പോൾ എത്ര പേര് സഹായഹസ്തം നേടിയിട്ടുണ്ട്. ഒരു വാക്കുകൾ കൊണ്ട് നമ്മൾ പറഞ്ഞാൽ മതിയായിരുന്നു, ചേട്ടാ, ചേച്ചി, സഹോദര, സഹോദരി, കുഞ്ഞനിയത്തി, പറ, ഞാൻ കേൾക്കട്ടെ. ദൈവം നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് എത്ര മാത്രം നമ്മൾ അവരുടെ കുരിശിൻ്റെ ഭാരം കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അനേകം പേര് കടന്നു പോയിട്ടുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാവും. മക്കളെ വളർത്താൻ ഭയങ്കര കഷ്ടപ്പെട്ട് സാമ്പത്തികമായി ഇല്ലാത്തവരുണ്ടാവും. അവരോട് എനിക്കധികം തരാനില്ലെങ്കിലും എൻ്റെ ചെറിയൊരു സഹായം എന്ന് പറഞ്ഞ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അതുമല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു 5-10 പേര്, ശക്തന്മാരായ 5-10 പേര് വിമർശനം നടത്തുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി അവൻ അങ്ങനെയല്ല, നിങ്ങൾ കരുതിയത് പോലെയല്ല എന്ന് പറയാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മൾ ശിമയോൻ്റെ പ്രവൃത്തി നടത്തേണ്ടത് അപ്പോഴാണ്. പലപ്പോഴും കുരിശിൻ്റെ വഴിയിൽ 5-ാം സ്ഥലത്തെത്തുമ്പോൾ
വികാരനിർഭരായിട്ട് പലരും ഈ പ്രാർത്ഥന ചൊല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേ വ്യക്തികൾ പുറത്തിറങ്ങിയപ്പോൾ ഒരംശം പോലും അതിനോട് കൂറ് പുലർത്തി ജീവിക്കുന്നത് കണ്ടിട്ടില്ല. ഈ നോമ്പ് കാലത്ത് നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ട ചിന്ത ഇതാണ്: ശിമയോൻ യേശുവിനെ സഹായിച്ച് കുരിശിൻ്റെ ഭാരം കുറച്ചെങ്കിൽ നമ്മുടെ ചിന്തകൾ കൊണ്ട്, നമ്മുടെ സംസാരങ്ങൾ കൊണ്ട്, നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ ഭാരം കുറയ്ക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറഞ്ഞതുപോലെ ലോകമെങ്ങും നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുവിൻ എന്നുള്ളതിന് അർത്ഥമുണ്ടാകും. ലോകമെങ്ങും സുവിശേഷം പ്രഘോഷിക്കുക എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് അർത്ഥമാക്കുന്നത്. മറ്റുള്ളവനെ മനസ്സിലാക്കി പെരുമാറുന്നത് തന്നെയാണ് സുവിശേഷ പ്രഘോഷണം. അറിഞ്ഞോ അറിയാതെയോ നമുക്കൊക്കെ ഇന്നത്തെ കാലത്ത് തെറ്റുപറ്റിയിരിക്കുകയാണ്. നമ്മൾ വാക്കുകൾ കൊണ്ട് മാത്രം പറയുന്നതാണ് സുവിശേഷ പ്രഘോഷണമെന്ന്. യേശുവിൻ്റെ ജീവിതത്തിൽ നോക്കിയേ, അവൻ ലോകമെങ്ങും സുവിശേഷം പ്രഘോഷിക്കാൻ പറയുന്നത് അവൻ്റെ ജീവിത അവസാന കാലഘട്ടത്തിലാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ അവസാന അധ്യായത്തിലാണ്. അതുവരെ അത്ഭുതങ്ങൾ ചെയ്തും പാപിനിയായ സ്ത്രീയുടെ അടുത്ത് പോയും തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയും അന്ധനെ സുഖപ്പെടുത്തിയും കുരുടരെ കണ്ട് അവരെ സുഖപ്പെടുത്തിയും മറ്റുള്ളവരാൽ ഒറ്റപ്പെട്ടവനെ ചേർത്ത് നിർത്തിയും കാല് കഴുകാൻ വന്ന പാപിനിയായ മറിയത്തെ ചേർത്ത് നിർത്തിയും എല്ലാം വളരെ സൗഹൃദത്തോടുകൂടി സ്നേഹം കൊടുത്തുകൊണ്ട് അവൻ എല്ലാവരെയും നേടി എന്നുള്ളതാണ്. ഈ നോമ്പ് കാലത്ത് നമുക്ക് നേടാൻ സാധിക്കണം. നേടാൻ സാധിക്കേണ്ടത് ശിമയോനെ പോലെ സഹായം നമ്മൾ നീട്ടുമ്പോഴാണ്. നേടാൻ സാധിക്കുന്നത് നമ്മൾ സ്നേഹം കൊടുക്കുമ്പോഴാണ്. അങ്ങനെ സ്നേഹം കൊടുക്കുകയും മറ്റുള്ളവരെ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം പറഞ്ഞ പോലെ ലോകമെങ്ങും സുവിശേഷം പ്രഘോഷിച്ചതിൻ്റെ ഫലം നമുക്ക് ലഭിക്കും. നമ്മൾ ഒരു ലാഭേച്ഛയുമില്ലാതെ മുന്നോട്ട് പോകണം. അതിന് സർവശക്തൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ നോമ്പുകാലം നമ്മെ വളർത്തട്ടെ. നമ്മുടെ ചുറ്റുവട്ടമുള്ള ആൾക്കാരെ കണ്ണു തുറന്ന് കാണുക. ഒരുപക്ഷെ അയൽവക്കക്കാരായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം, അതുമല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന മേഖലയിലെ വ്യക്തികളായിരിക്കാം. അവിടെയെല്ലാം സുവിശേഷ പ്രഘോഷണം, വചനം പറയാതെ തന്നെ വചനം ജീവിച്ച് പറയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും. ആമേൻ.